ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ എഗ് ബോക്സിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായ സമയത്ത് നമുക്ക് ഇതിലേക്ക് 3 മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴറ്റി കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ വീണ്ടും വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകും പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയും സവാളയും നല്ല പോലെ തന്നെ മിക്സ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 5 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഷീറ്റ് വേണം ഒരു എഗ് ബോക്സിന്. അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ മസാല ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു പീസ് എഗ്ഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്കിതൊന്ന് അടക്കിയെടുക്കാം. ഇതിന് മറ്റേ 2 സൈഡ് ഭാഗം ഇതുപോലെ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഇതൊന്ന് ഒട്ടിക്കിട്ടും. എന്നിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ എഗ് ബോക്സും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇതിലുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് എഗ് ബോക്സ് ഒക്കെ ആയ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് എഗ് ബോക്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 എണ്ണമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ബോക്സ് ഇടുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മറുഭാഗം ഇതുപോലെ ഒന്ന് ക്രിസ്പി ആകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും. അധികം ടൈമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ എഗ് ബോക്സ് ഒക്കെ നല്ല പോലെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ എഗ് ബോക്സും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് ബോക്സ് ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എഗ് ബോക്സിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ മയോണൈസ്. അപ്പോൾ അതും കൂടി കൂട്ടി കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.